ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നൂർജഹാൻ ഇരുന്ന് സങ്കടപ്പെടുവാണ്. ഇവരെല്ലാവരുടെ ചേർന്ന് എൻ്റെ കല്യാണം നടത്തും. എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സങ്കടം മനസ്സിലാക്കിയാൽ. ഇതിപ്പോൾ എൻ്റെ ബാപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് ബലമായിട്ട് തന്നെ അവരെന്നെ പിടിച്ച് ഈ കല്യാണം നടത്തും. എൻ്റെ പടച്ചോനെ, എന്നെ ഇതിൽ നിന്നും രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിക്കണേ. നൂർജഹാൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് അനൂപ് അങ്ങോട്ട് വന്നിരിക്കുവാണ്. അനൂപ് നൂർജഹാൻ കിടക്കുന്ന റൂമിൻ്റെ ജനലരികിൽ വന്ന് നിൽക്കുവാണ്. നൂർജഹാൻ നോക്കുമ്പോൾ ആരോ അവിടെ നിൽക്കുന്നു. ആരാന്നവൾ പേടിച്ച് ചോദിക്കുവാണ്. ആരാന്നല്ലയോ ചോദിച്ചത് എന്ന് പറയുമ്പോൾ അനൂപ് ആ ജനൽ പതുക്കെ തുറന്നു നോക്കുമ്പോൾ അനൂപാണ്. അയ്യോ പടച്ചോനെ, എന്താ ഈ നേരത്ത് വന്നത്? അയ്യോ ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല നൂറെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ ഞാനിപ്പോഴും ഇങ്ങോട്ട് വന്നത്. അയ്യോ അനൂപേ, ഇത് തീക്കളിയാണ്. എല്ലാവരും അപ്പുറത്തുണ്ട്. അവരുടെ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ഇന്നെല്ലാം തീർന്നത് തന്നെ. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല നൂറെ. തനിക്ക് വേണ്ടി തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ പോലും തയ്യാറായി നടക്കുന്നവനായി അനൂപ്. ഇവിടെ വന്നിരിക്കുന്നവരെക്കുറിച്ച് അനൂപിനെ ഒന്നും അറിയാത്തത് കൊണ്ടാണ്. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നോണ്ട് വരുന്ന ആൾക്കാരാ അവർ, ബാപ്പയും മോനും. അനൂപിനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കില്ല, കൊന്നുകളയും അനൂപ്. സാരമില്ല നൂറെ, തനിക്ക് വേണ്ടിയല്ലേ, അവരെന്നെ കൊന്നോട്ടെ. അനൂപ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട സമയമല്ല. അനൂപ് ഒന്ന് പോ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. അനൂപേ, താൻ കരയുവാണല്ലേ? എന്നും ഞാനിങ്ങനെ കരയാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എങ്കിൽ ഞാൻ പോകാം. പക്ഷെ ഒരു കാര്യം, താനൊന്ന് പുറത്തോട്ട് ഇറങ്ങി വാ. ഇല്ല അനൂപേ, എന്നെ കൊന്നാലും ഞാൻ വരില്ല. അവരെല്ലാവരും ആ വാതൊക്കെ ഇരിപ്പുണ്ട്. അനൂപിനറിയാലോ, നസീറിക്കാടെ കൂട്ടുകാരെല്ലാം ഗുണ്ടകളാണ്. അവന്മാരൊക്കെ വീടിന് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെങ്ങും ആരെയും കണ്ടില്ലല്ലോ. താനിപ്പോൾ പുറത്തോട്ട് വന്നില്ലേ, ഞാൻ അകത്തോട്ട് കയറി വരും. അയ്യോ അനൂപേ വേണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, ഞാൻ തീർച്ചയായിട്ടും താണ്ട് അങ്ങോട്ട് കയറി വരും. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങി വരാം. അനൂപ് സൂക്ഷിച്ചു നോക്കിയ പുറത്താരെങ്കിലും ഉണ്ടോയെന്ന്. നൂറേ, പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമോ? എൻ്റെ നൂറേ, നീ ഇങ്ങനെ പേടിക്കാതെ. എന്നെ കൊന്നിട്ടേ നിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തന്നാൽ പോരെ? അനൂപിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പേടിച്ച് വിറച്ച് നൂർജഹാൻ പുറത്തോട്ട് വരുന്നുണ്ട്. നൂർജഹാൻ്റെ കയ്യിൽ അനൂപ് പിടിച്ചിട്ട് പറയുന്നു, ഇവിടെങ്ങും ആരും ഇല്ലടി പെണ്ണെ. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? എൻ്റെ പെണ്ണെ, ഇവിടെ കുറേ സാത്താന്മാരുടെ നടുവിലാണെന്ന് എനിക്കൊരറിവ് കിട്ടി. അപ്പോൾ തോന്നിയതാ എനിക്ക് നിന്നെ വന്ന് കാണാനൊരാഗ്രഹം. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം അവസാനിക്കാൻ പോവും അനൂപേ. നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാം, അല്ലേ അനൂപേ? അനൂപ് നൂർജഹാൻ്റെ തോളിലിങ്ങനെ കൈവച്ചിട്ട് പറയുക, എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതും സ്വപ്നം കണ്ടതും എല്ലാം ഈ നെഞ്ചിൽ ചേർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. വീണ്ടും വീണ്ടും എനിക്ക് എന്തിനാ അനൂപ ഇങ്ങനെ ആഗ്രഹം തരുന്നത്? മൈലാഞ്ചി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിക്കാഹായിരിക്കും. മനസ്സിൽ ഒരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വേറെ ആളോടൊപ്പം ജീവിക്കാൻ ഈ നൂർജഹാനെ കിട്ടില്ല. അത് ഉറപ്പാണ് അനൂപേ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ നൂറെ. തടി പോലെ ഞാൻ നിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമല്ലയോ? നമ്മൾ ബാംഗ്ലൂർക്ക് പോവും. അതിന് മുൻപേ നമ്മുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. രജിസ്റ്റർ മാരേജോ? ഈ സമയത്ത് നമ്മുടെ സുബൈദ അടുക്കളയിലോട്ട് വന്ന് ഏതോ എടുക്കാൻ നോക്കുമ്പോഴാണ് ഇവരുടെ ഈ സംസാരം കേൾക്കുന്നത്. സുബൈദ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അനൂപേ, രജിസ്റ്റർ മാരേജൊക്കെ നടത്തിയാൽ എല്ലാവരും അറിയില്ലേ? ഒരാളും അറിയില്ല. നമ്മളും എൻ്റെ കൂട്ടുകാരും കൂടി പോകുന്നു, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ തന്നെ ഇവിടെ കൊണ്ടാക്കുന്നു. എൻ്റെ അനൂപ, ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു. പേടിക്കണ്ടെന്നോരെ, നമ്മൾ വിവാഹം കഴിക്കുന്ന നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അരുണിന് പരിചയമുള്ള ആളാണ് അവിടുത്തെ പിയൂണ്. രജിസ്റ്റർ മാരേജ് നടക്കുന്നത് വരെ ആ നോട്ടീസ് ബോർഡിൽ നമ്മുടെ പേരിടാതെല്ലാം അവർ നോക്കിക്കോളും. നാളെ ഒരു 11 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്താൻ നോക്കണം. അയ്യോ അനൂപേ, നാളെയോ? പിന്നല്ലാതെ. അതല്ലേ ഞാൻ ഈ രാത്രി തന്നെ വന്നത്. നാളെ ഞാൻ ആ പാർക്കിനടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് മെസ്സേജ് ഇടും. അപ്പോൾ നൂറേ, നീ ഇറങ്ങി വന്നേക്കണം. ഇതെല്ലാം സുബൈദ കേട്ടോണ്ട് നിൽക്കുവാണ്. പറഞ്ഞത് കേട്ടല്ലോ, നാളെ സമയത്തിന് തന്നെ എത്തണം. എന്തെങ്കിലും സമയത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കും എന്നും പറഞ്ഞിട്ട് അനൂപ് അങ്ങ് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സുബൈദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. രാത്രിയിൽ നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ റോഡിൽ ഒരച്ഛനും മകളും ആണെന്ന് തോന്നുന്നു. ഒരു ഓട്ടോയും ഒരു ഓട്ടോറിക്ഷക്കാരനും നിൽപ്പുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരൻ അവരോട് പറയുന്നുണ്ട്, ഒരു ഓട്ടോ വരുന്നുണ്ട്, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഓട്ടോയ്ക്ക് അയാൾ കൈ കാണിക്കുവാണ്. എന്താണെന്ന് വിഷ്ണു ചോദിക്കുമ്പം പറയുന്നത്, ഇവരെയും കൊണ്ട് ഞാനൊരു ഓട്ടത്തിന് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇവരേതാണ്ട് അപ്പുറത്തോട്ടെന്നെ ഇറക്കിയിരുന്നെങ്കിൽ ഈ സമയത്ത് വേറെ വണ്ടി കിട്ടത്തില്ല. ഞാൻ ഓട്ടം പോകുമല്ല, ഞാനിപ്പം വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
അതുമാത്രമല്ല ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോഴാ പെൺകുട്ടി വന്നിട്ട് പറയുന്നു, അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, രാത്രി ആയതുകൊണ്ട് അത്രത്തോളം നടക്കാൻ അച്ഛനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടല്ല പെങ്ങളെ, എൻ്റെ റൂട്ട് അതല്ല, ഞാൻ വീട്ടിൽ പോകണം, എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാ, അതുകൊണ്ടാണ്. അവളുടെ അച്ഛനപ്പം പറയുന്നു, നടന്നാൽ എനിക്ക് ശ്വാസം മുട്ട് കൂടും, എനിക്ക് മരുന്നിന് പോകണമെങ്കിൽ ഇവള് തന്നെ പോകണം. മോൻ്റെ അച്ഛനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മോൻ സഹായിക്കില്ലേ? മോനൊന്ന് ഞങ്ങളെ സഹായിച്ചാൽ മോന് 100 കോടി പുണ്യം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മോനെ ഈ പറയുന്നത്. ഓട്ടോക്കാരൻ പറയുന്നത്, നമുക്ക് ഓട്ടോക്കാർക്ക് ചേട്ടാ ഓട്ടം കഴിഞ്ഞിട്ടല്ല ഉള്ളു മറ്റെന്തും. ഇതിപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടല്ലേ, ഒന്ന് സഹായിക്കു ചേട്ടാ. വിഷ്ണുവിന് വല്ലാത്തൊരു സങ്കടം. വിഷ്ണു പറയാ, ഞാൻ ജംഗ്ഷനിൽ കൊണ്ട് വിട്ടാൽ മതിയോ? ആ മതി, പിന്നെ ഞങ്ങൾ എങ്ങനെങ്കിലും നടന്നങ്ങ് പൊയ്ക്കോളാം, എന്നാൽ നിങ്ങൾ കയറിക്കോ എന്നും പറഞ്ഞ് വിഷ്ണു അവരെയും കൊണ്ട് ഓട്ടോ ഓടിച്ച് വരുവാണ്. നിങ്ങൾ ഇത്രയും ലേറ്റായിട്ട് എവിടെ പോയതാ? ഈ സുഖമില്ലാത്ത ആളല്ലേ, നേരത്തെ വീട്ടിൽ പോയിക്കൂടായിരുന്നോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവളുടെ കല്യാണം ആവശ്യമാണ് മോനെ, വീട്ടിൽ നിന്നാൽ ഒന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് പോയതാ. സ്വന്തം കല്യാണത്തിന് ഇവള് തന്നെ ഓടി നടക്കുന്ന കാണുമ്പോൾ അറിയാലോ ഒരു കൈസഹായത്തിന് ആരും ഇല്ലെന്ന്. നൂർജഹാൻ അനൂപിനോട് സംസാരിച്ചിട്ട് അകത്തോട്ട് കയറി വരുമ്പം നമ്മുടെ സുബൈദ അങ്ങനെ നൂർജഹാനെ നോക്കി നിൽക്കുവാണ്. നൂർജഹാനെ, നീ എന്തായി കാണിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ രക്ഷിക്കണം മാമി എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് നൂർജഹാൻ സുബൈദയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. നൂറേ മോളെ, നീ എന്തൊക്കെ നിന്റെ മനസ്സിൽ പദ്ധതികൾ പ്ലാൻ ചെയ്താലും അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ നടക്കും, മാമി വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. മോളെ, നിന്നെ സഹായിക്കണം രക്ഷിക്കണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. നിനക്കറിയാവുന്നതല്ലേ മാമിയുടെ ഇവിടുത്തെ കാര്യം, അതൊക്കെ എനിക്കറിയാം മാമി. പക്ഷേ മാമി എൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്നെ സംരക്ഷിച്ചോളാമെന്നാ, അല്ലാതെ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടാമെന്നല്ലല്ലോ. എനിക്ക് പറ്റില്ല മാമി, ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാണ്. എന്നെ ഒരു മോളായിട്ടാണ് മാമി കണ്ടിരിക്കുന്നതെങ്കിൽ എന്നെ തീർച്ചയായിട്ടും മാമി സഹായിക്കണം, എന്നെ കൈവിടരുതേ മാമി എന്നും പറഞ്ഞ സുബൈദയുടെ കാലിൽ വീഴുവാണ് നൂർജഹാൻ. എൻ്റെ പൊന്നുമോൾ എഴുന്നേക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ പറയുന്ന പയ്യനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത്? ഒരപകടത്തിൽ നിന്നും മറ്റൊരു അപകടത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയാ മാമി ഇതൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അനൂപ് നല്ലവനാ മാമി, എന്നെ നല്ലോണം മനസ്സിലാക്കി എന്നോടൊപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയ ആൾ തന്നെ. മോളെ, മാമിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ജീവിതം നീ തന്നെ ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു പരാജയമായിട്ട് മാറരുത്. എൻ്റെ മകൻ നസീറിനെ ഇഷ്ടക്കേട് വെച്ചോണ്ട് മോള് നിക്കാഹ് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ എന്നും നിനക്കൊരു കൂട്ടായിട്ട് ഞാനുണ്ടാവും. എൻ്റെ മരണം വരെ നിനക്കൊന്നും സംഭവിക്കാതെ നോക്കാനും എനിക്ക് കഴിയും. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടാകണം. അതുണ്ടാകും മാമി. മാമി എൻ്റെ കൂടെ ഒന്ന് നിന്നു തന്നാൽ മാത്രം മതി. എന്തായാലും മോള് വിഷമിക്കാതെ ഇന്നത്തെ ഒരു രാത്രി കഴിയട്ടെ, നാളെ നമുക്കെല്ലാം തീരുമാനിക്കാം. നമ്മുടെ രാഘവേട്ടനെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കുന്നതും തലയ്ക്കടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ സത്യാമ്മ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുവാണ് രാഘവേട്ടാന്ന് പറഞ്ഞ്. നോക്കുമ്പോൾ അടുത്ത് രാഘവേട്ടനെ കാണുന്നതുമില്ല. രാഘവേട്ടാന്ന് വിളിച്ചോണ്ട് സത്യാമ്മ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ലൈറ്റിട്ട് നോക്കിയിട്ട് പറഞ്ഞ്, ഈ രാത്രിയിൽ ഇത് എവിടെ പോയി രാഘവേട്ടൻ? ഇനി പുറത്തേക്കെങ്ങാണ് ഇറങ്ങിപ്പോയോ ഈശ്വര എന്നും പറഞ്ഞ് സത്യാമ്മ കഥ തുറന്ന് നോക്കുമ്പോൾ പാവൻ രാഘവേട്ടൻ തൻ്റെ ഒപ്പിട്ട് പഠിക്കുവാണ് ഇരുന്നുണ്ട്. കുറേ പേപ്പറുകളൊക്കെ ഒപ്പിട്ട് നോക്കി പറ്റാതെ ചുരുട്ടി എറിയുന്നുണ്ട്. സത്യാമ്മ ആ പേപ്പർ എടുത്ത് നോക്കിയിട്ട് പറയുന്നത്, രാഘവേട്ട നിങ്ങൾക്ക് തലയ്ക്ക് എന്താ, വല്ല അസുഖമുണ്ടോ? പിന്നെ ഈ രാത്രി വന്നിരുന്നുണ്ട് ഇങ്ങനെ പടം വരച്ച് കളിക്കാൻ? അയ്യോ, പടം വരച്ചതല്ല ഫാമേ, എൻ്റെ ഒപ്പിടുന്നത് ഞാനങ്ങ് മറന്നുപോയി. അത് ഓർത്തിട്ട് ഞാനിങ്ങനെ വരച്ച് നോക്കുമായിരുന്നു. ഇനിയൊരാവശ്യം വരുമ്പം തെറ്റരുതല്ലോ. ഇത് തന്നെ രാഘവേട്ട ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആ ശാലിനി നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പരാക്രമമൊക്കെ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എവിടെ പോയതായിരുന്നു? അതല്ലേ ഫാമേ ഞാൻ പറഞ്ഞത്, എനിക്ക് അവിടെ ഒപ്പിടാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഓട്ടോ ഓടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ ഭയങ്കര ദേഷ്യത്തിൽ രാഘവേട്ടോട് പറയുക, വേണ്ടേ വിഷ്ണു വന്നെന്നാ തോന്നുന്നത്. നിങ്ങളുടെ സമനില തെറ്റിക്കുന്ന രീതിയിലേ അവൻ്റെ ഭാര്യ എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയതെന്ന് എനിക്കറിയണം. വിഷ്ണു ഓട്ടോ അവിടെ ഇട്ടിട്ട് എൻ്റെ കവറൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഒരു സംഭവം നടക്കുന്നത്, ആ അച്ഛൻ്റെ കയ്യിലിരുന്നതാണെന്ന് തോന്നുന്നു ബാഗ്. ആ ഓട്ടോയിൽ അവർ മറന്നു വെച്ചതാണോ എന്തോ അറിയില്ല. ആ ബാഗ് ഓട്ടോയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് വിഷ്ണു കാണുന്നതുമില്ല. ഫാമേ, നിനക്കൊന്ന് പറയാവോ എൻ്റെ ഒപ്പിങ്ങനാണെന്നും ഒന്ന് പറഞ്ഞേ ഫാമേ. സത്യാമ്മ ദേഷ്യത്തോടിങ്ങനെ നോക്കുക രാഘവേട്ടനെ. അപ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് കയറി വരുന്നത്. എന്താടാ ഇത്രയും താമസിച്ചത്? അപ്രതീക്ഷിതമായി ഒരു ഓട്ടം വന്ന്, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ആദ്യരാത്രി ഉറക്കമുളച്ചല്ലേ, ഈ ഓട്ടവും പാച്ചിലും ഒന്നും ഇവിടെ വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. രാഘവേട്ടൻ ഇന്ന് വരയ്ക്കുന്ന കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നു, അല്ല ഇതെന്തുവാ? ഇത് തന്നെയാടാ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്തുവാ ഈ നടക്കുന്നതെന്ന്. ഞാനില്ലാതിരുന്ന സമയം നോക്കി നിന്റെ ഭാര്യയുണ്ടല്ലോ,
അവൾ ഇവിടെ വന്ന് നിന്റെ അച്ഛനെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി. എന്നിട്ടേ ഈ പരുവത്തിലാണ് ഇവിടെ കൊണ്ടാക്കി വെച്ച് പോയിരിക്കുന്നത്. അതിന് അച്ഛനെന്ത് പറ്റി? എന്താ നീ കണ്ടില്ലേ ഇരുന്ന് ഒപ്പിട്ട് പഠിക്കുന്നത്? പാതിരാത്രിയിൽ ഉറങ്ങാൻ കിടന്നിരുന്ന ആളെ കുത്തിയിരുന്ന് എഴുന്നേറ്റ് വരച്ചോണ്ടിരിക്കുക. എന്ത് കൂടോത്രം ചെയ്യാനാ അവൾ വന്ന് ഇയാളെ വിളിച്ചോണ്ട് പോയത്? എന്താ അച്ഛാ, എന്താ പറ്റിയത്? മോനെ, ശാലിനി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയതേ നമ്മുടെ പഴയ വീട് എൻ്റെ പേരിലേക്ക് എഴുതി തരാനായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അവർ ചോദിച്ച പല കാര്യങ്ങളും അങ്ങ് മറന്നുപോയടാ. എൻ്റെ പേര് പോലും ഞാനങ്ങ് മറന്നുപോയി വിഷ്ണു. ആ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾ ഞാൻ തന്നെയാണോന്ന് ഉറപ്പിക്കാൻ അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒപ്പിടാനും പറഞ്ഞു. സ്വന്തം പേര് പോലും മറന്നുപോയ ഞാനെങ്ങനെ അവിടെ ഒപ്പിടുന്നത്? മോനെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്ക, ഇതിലേതാ എൻ്റെ ഒപ്പെന്ന്. കണ്ടില്ലേടാ വിഷ്ണു, ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. എന്തിനാടാ അവൾ വന്ന് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഇവിടെ സമാധാനത്തെ കഴിയുമല്ലായിരുന്നോ? പിന്നെ എന്തിനാടാ അവൾ വന്ന് ഞങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മേ, ശാലിനി ചെയ്ത ഒരു നല്ല കാര്യമല്ലയോ? നമ്മുടെ ആ വീട് അച്ഛൻ്റെ പേര് എഴുതി കൊടുക്കാനല്ലേ അവൾ ശ്രമിച്ചുള്ളൂ. അതെങ്ങനെയാ നമുക്ക് ദ്രോഹമാകുന്നത്? നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതല്ലയോ? എന്നാലേ അവളുടെ ഒരു സഹായം എൻ്റെ ഈ വീട്ടിൽ ഇനി വേണ്ട. ഇനി ആ വീടും പറമ്പുമൊന്നും എനിക്കോ എൻ്റെ ഭർത്താവിനോ ആവശ്യവും ഇല്ല. ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്നൊക്കെ നിന്റെ ഭാര്യയോട് നീ ചെന്നൊന്ന് പറഞ്ഞേക്കണം. അത്രയെങ്കിലും ഒരു ഉപകാരം എൻ്റെ മോൻ ഞങ്ങളോടൊന്ന് കാണിക്കണം. അമ്മ ശാലിനിയുള്ള വൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ ശാലിനി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് സത്യം. എനിക്കറിയാടാ വിഷ്ണു, നിന്റെ രൂപം മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നിന്റെ മനസ്സ് മുഴുക്കെ ഇപ്പോൾ അവിടെയാ, ശാരദയുടെ കുടുംബശ്രീ കൊട്ടാരത്തിൽ. അല്ലെങ്കിലേ നീ വാങ്ങിയ ഓട്ടോയ്ക്ക് ഓട്ടോശ്രീ എന്ന് പേരിടത്തില്ലായിരുന്നല്ലോ. ഫാമേ, നീ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? എന്തെങ്കിലുമൊക്കെ പറയട്ടച്ചാ, പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ദേഷിച്ച് വിഷ്ണു കയ്യിലിനെ ചാവി അങ്ങോട്ട് വലിച്ചെറിയുവാണ്. ദേണ്ടേ, അച്ഛനോടും മോനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ സ്വത്തും വീടുമൊക്കെ സ്വന്തമാക്കിയിട്ടേ ശാലിനി എന്ന മരുമോളയും കൂടെ എന്നോടൊപ്പം നിർത്താനാ നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് നടക്കില്ല വിഷ്ണു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനതിന് സമ്മതിക്കത്തില്ല. വെട്ടിമാറ്റിയതും അകറ്റി മാറ്റിയതും ഒക്കെ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കൂട്ടിയോജിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വിഷ്ണു ഓട്ടോറിക്ഷയുടെ ചാവി വലിച്ചെറിഞ്ഞത് നമ്മുടെ രാഘവേട്ടൻ ഒപ്പിട്ട് ചുരുട്ടി വലിച്ചെറിഞ്ഞ കുറച്ച് കടലാസ് കഷ്ണങ്ങളുടെ കൂടെയാണ്. ഇനി അതെന്താകുമെന്നൊന്നും അറിയില്ല. വിഷ്ണു ഓട്ടോറിക്ഷയിൽ കൊണ്ടിറക്കിയ അച്ഛനും മകളും വരുന്നുണ്ട്. അവരുടെ അമ്മ വീടിൻ്റെ വാതക്കലിങ്ങനെ അവരെയും നോക്കി ഇരിക്കുവാണ്. ഇനിയാണ് ആ ബാഗ് കാണാതെ പോയതിനെക്കുറിച്ച് അവരറിയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അവർ വിഷ്ണുവിനെ കണ്ടുപിടിക്കുമോ അതോ അതിന് മുമ്പ് തന്നെ നമ്മുടെ വിഷ്ണു അവരെ കണ്ടുപിടിച്ച് ആ ബാഗ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.